പഴയ ഡീമനിലോട് വന്ന് ബിയാൻ്റെ ശരീരത്തിൽ കയറിയതിനു ശേഷം അവളെ കാണാതായിരുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കാണാതായ അവളെ അന്വേഷിച്ച് ബായ്സ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ബിയാൻ ഇപ്പോൾ പൂർണ്ണമായും ആ ഡീമൻ കിങ്ങായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾ ഒരു ഗുഹയിൽ ഒളിച്ച് താമസിക്കുകയാണ്. അവളുടെ ബ്ലഡിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ബായ്സയ്ക്ക് അവളെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഗുഹയിലെത്തുന്നു. പക്ഷേ ബിയാൻ്റെ ശരീരത്തിലെ ഡീമൻ കിങ് ബായ്സയെ കൊല്ലുന്നുണ്ട്. മരണം കൺമുന്നിലെത്തിയപ്പോൾ അവൻ ഒരു സീക്രട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കിയ ഡീമൻ കിങ് അതും തടയുന്നു. ബായ്സയുടെ ലൈഫ് ലാമ്പ് അണഞ്ഞതിൽ നിന്ന് അവൻ മരിച്ചിരിക്കുന്നുവെന്ന് നിഞ്ചു മനസ്സിലാക്കുന്നു. അങ്ങനെ സിമാജിയാവോയുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിയാനെ അന്വേഷിച്ചാണ് അവൻ പോയതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മിക്കവാറും പഴയ ഡീമൻ കിങ് ബിയാൻ്റെ ശരീരത്തിൽ കയറി കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കണം ബായ്സെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് സിമാജിയാവോ ഊഹിക്കുന്നു. ഡീമൻ കിങ് യോയുവാനെ കണ്ടെത്താനുള്ള ഒരേയൊരു വഴി മിംഗ്ലിയെ ഫോളോ ചെയ്യുകയാണ്. മിംഗ്ലിയാണ് അയാളുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് സിമാജിയാവോ പറയുന്നുണ്ട്. ഡീമൻസിനെയും ഇമ്മോർട്ടൽസിനെയും യൂണിഫൈ ചെയ്തെങ്കിലും ഇപ്പോഴും ഡീമൻസ് ഒന്നും അവർ പറയുന്ന റൂൾസ് ഒന്നും അനുസരിക്കാൻ തയ്യാറാവാതെ ഇമ്മോർട്ടൽസിൻ്റെ കോറൊക്കെ എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊന്നും അത്ര പെട്ടെന്നൊന്നും മര്യാദയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പതിയെ പതിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് സിമാജിയാവോ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സൊല്യൂഷനും അവൻ നൽകുന്നുണ്ട്. മിംഗ്ലി ഈ സമയം യോയുവാൻ്റെ അടുത്ത് എത്തിയിരുന്നു. സിമാജിയാവോയും തിങ്ങാനും ചേർന്ന് രണ്ട് ലോകങ്ങളും കൂടി ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയൊക്കെ മിംഗ്ലി യോയുവാനെ അറിയിക്കുന്നു. യോയുവാൻ തിരികെ വന്നെങ്കിലും അയാൾക്ക് ഇപ്പോൾ പഴയതുപോലെ ശക്തിയൊന്നും പൂർണ്ണതയിലെത്തിക്കാനായിട്ടില്ല. ബിയാൻ്റെ ശരീരം അയാളുടെ പ്രൈമോഡിയൽ സ്പിരിറ്റ് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും അവളുടെ ശരീരത്തിന് അതിനെ ചെറിയ രീതിയിൽ റിപ്പയർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും പ്രൈമോഡിയൽ സ്പിരിറ്റ് റിക്കവർ ആവുന്നതിന് വേണ്ടി ഒരുപാട് നെഗറ്റീവ് എനർജി ആവശ്യമാണ്. അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അയാൾ തൻ്റെ ശക്തിയുടെ ചെറിയൊരംശം മിംഗ്ലിക്ക് നൽകുന്നു. അതുപയോഗിച്ച് മനുഷ്യരുടെ ഉള്ളിൽ ദുരാഗ്രഹങ്ങളൊക്കെ നിറച്ചിട്ട് ആ നെഗറ്റീവ് എനർജി തനിക്ക് കളക്ട് ചെയ്ത് തരാൻ അയാൾ മിംഗ്ലിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രൈമോഡിയൽ സ്പിരിറ്റ് റിപ്പയർ ചെയ്യുന്നതിന് ഒരുപാട് സമയം വേണ്ടി വന്നേക്കും. അത്രയും കാലം ഇനി കൾട്ടിവേഷൻ ചെയ്യാൻ പോവുകയാണ്. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചോളാനും അയാൾ മിംഗ്ലിയെ ഏൽപ്പിക്കുന്നു. തിങ്ങാൻ്റെ ആക്രമണത്തിൽ അന്ന് അങ്ങനെ പരിക്കേറ്റതുകൊണ്ടാണ് ഇപ്പോൾ യോയാൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നത്. ഈ പ്രൈമോഡിയൽ സ്പിരിറ്റ് റിക്കവറായി തിരികെ എത്തുക മാത്രമല്ല അയാളുടെ ലക്ഷ്യം. വലിയൊരു ഡീമണിക് സൈന്യത്തെ ഒരിടത്ത് തടവിലാക്കിയിട്ടുണ്ട്. അവരെ മുഴുവനായി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഈ ലോകം മുഴുവൻ കീഴടക്കുകയാണ് അയാളുടെ യഥാർത്ഥ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ വീണ്ടും തിരിച്ചു വരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം നേടുന്നത് വരെ തൻ്റെ സപ്പോർട്ടായി കൂടെ ഉണ്ടാവണമെന്ന് മിംഗ്ലിയെ പറഞ്ഞേൽപ്പിച്ചിട്ട് അയാൾ കൾട്ടിവേഷനായി തയ്യാറെടുക്കുന്നു. മിംഗ്ലി അവിടെ തന്നെ ഒരിടത്തിരുന്ന് യോയുവാൻ നൽകിയിട്ട് പോയ ആ ശക്തി ഉപയോഗിച്ച് നെഗറ്റീവ് എനർജി കളക്ട് ചെയ്യാനായി തയ്യാറെടുക്കുമ്പോഴാണ് ഫെങ്ഷി അവിടെ എത്തിയത്. ഫെങ്ഷിയുടെ അറിവിൽ ഈ പഴയ ഡീമൻ ലോഡിൻ്റെയും പുതിയ ഡീമൻ ലോഡിൻ്റെയൊക്കെ വംശക്കാർക്ക് മാത്രമേ ഡീമണിക് കോർ അവരുടെ ഉള്ളിലേക്ക് ആക്കാനുള്ള കഴിവുള്ളൂ. തിങ്ങാനാണെങ്കിൽ ആ വംശത്തിൽപ്പെട്ട ആളല്ല. പിന്നെ എങ്ങനെ അവൾക്കത് സാധിച്ചു? അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെ അറിയാനായിരുന്നു ഫെങ്ഷി വന്നത്. മിംഗ്ലി ആദ്യം അതിന് മറുപടി നൽകാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിമാജിയാവോയുടെ അടുത്തേക്ക് അവനെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് സിമാജിയാവോ നേരിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്ന് ഫെങ്ഷി ഒരു ഭീഷണി പോലെ പറയുന്നു. മുമ്പ് തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയില്ലാത്തത് കൊണ്ടല്ല, തിങ്ങാന് ഒരു അപകടം സംഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്ന് അവൻ അടുത്ത് തന്നെ പറയുന്നുണ്ട്. എന്തായാലും അതോടെ മിംഗ്ലി അവനോട് സത്യം പറയുന്നു. പഴയ ഡീമനിലോടായ യോച്ചിയുടെ സഹായം കൊണ്ട് മാത്രമാണ് തിങ്ങാന് ആ ഡീമണിക് കോർ മെർജ് ചെയ്യാൻ സാധിച്ചത്. പക്ഷെ അധികകാലം അതങ്ങനെ അവളുടെ ശരീരത്തിൽ കൊണ്ടു നടക്കാൻ അവൾക്ക് സാധിക്കില്ല. അവൾ സിമാജിയാവോയുടെ കൂറ് കാണിക്കുന്നത് കൊണ്ട് തന്നെ അവൾ തങ്ങളുടെ വംശത്തിന് ഒരു വഞ്ചകയാണ്. അതുകൊണ്ട് അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മിംഗ്ലി അവനോട് പറയുന്നുണ്ട്. തിങ്ങാൻ്റെ കൂടെ ഇപ്പോഴുള്ള ഡീമൻസിനെ ഒന്നും അവളുടെ പ്രൊട്ടക്ഷന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സിമാജിയാവോ നിർദ്ദേശിച്ച അനുസരിച്ച് നിഞ്ചു സെലസ്റ്റിയൽ പാലസിൽ നിന്നുള്ള കുറേ ആൾക്കാരെ അവളുടെ വിശ്വസ്തരായി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. മുമ്പ് സിമാജിയാവോയുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി തിങ്ങാനുമായി എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന നിശങ്ങാണ് അവരുടെ കൂട്ടത്തിൽ പ്രധാനി. പിന്നെ അവളെ കൂടാതെ തിങ്ങാൻ്റെ മാസ്റ്ററും മറ്റ് സീനിയറുമൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുമ്പ് കണ്ട മാസ്റ്റർ ഒറിജിനൽ ആയിരുന്നില്ലല്ലോ, ഇത് ശരിക്കുള്ള മാസ്റ്ററാണ്. കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തെ കാണുന്നതിൻ്റെ സന്തോഷത്തോടെ തിങ്ങാൻ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അദ്ദേഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം ശാന്തമായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിമാജിയാവോ തിങ്ങാന് ഗിഫ്റ്റായിട്ട് ഒരു സിറ്റി പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് പകരമായി അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അവൾ ആലോചിച്ചിട്ട് അവനെ പ്രപ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഗിഫ്റ്റായി ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഗിഫ്റ്റൊക്കെ അവൾ കളക്ട് ചെയ്യുന്നത് കൊണ്ട് സിമാജിയാവോയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ച് റൂലിംഗ് അടുത്ത് കൂടിയിട്ടുണ്ട്. അവളത് സമ്മതിക്കുന്നു. റോലിങ്ങിന് നേരത്തെ നീജുവിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ നിഷങ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയ അസൂയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നിഷങ്ങിനെ തിങ്ങാൻ ഒരു ജനറലായി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നീജു എപ്പോഴും അവളുടെ പിറകെയാണ് എന്നാണ് റൂലിങ്ങിൻ്റെ പരാതി. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ഉപദേശകയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ
നിഞ്ചു നിന്റെ പുറകെ വന്നോളുമെന്ന് തിങ്ങാൻ പറയുന്നു. ആ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് മിംഗ്ലി ആയിരുന്നു മറ്റ് 2 ഡീമൺ ലോഡ്സിൻ്റെയും ഉപദേശകൻ. അതേ റോളാണ് റൂളിങ്ങിനെ അവളെ ഏൽപ്പിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് റൂളിങ് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. ഈ സമയത്താണ് നിഞ്ചു അങ്ങോട്ടേക്ക് വന്നത്. തിങ്ങാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ റൂളിങ്ങിനെ കാണാൻ വന്നതാണെന്ന് അവൻ പറയുന്നു. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തിങ്ങാൻ അവനൊരു ഉപദേശം നൽകുന്നുണ്ട്. നീ ആദ്യം മനുഷ്യരൂപത്തിലേക്ക് വന്ന സമയത്ത് ഫീലിങ്സ് ഉണ്ടാവാൻ ഒരുപാട് സമയം വേണ്ടി വരും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഫീലിങ്സ് ആവശ്യത്തിനായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യാതെ പറ്റിയ ചാൻസ് നോക്കി അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നല്ല ചാൻസ് മിസ്സായി പോവും എന്നൊരു ഉപദേശം കൂടി തിങ്ങാൻ ഇപ്പോൾ നൽകുന്നു. നിഞ്ചുവിന് ഇപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. തിങ്ങാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൻ റൂളിങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹോങ്ലോ എന്ന് പറഞ്ഞാണ് അവനിപ്പോൾ സംസാരിക്കുന്നത്. അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ സഹായിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ ഔഷധ ഗുണമുള്ള ഒരു തേനുമായിട്ടാണ് അവൻ വന്നത്. മുമ്പ് റൂളിംഗ് ആയിരുന്ന സമയത്തും അവൻ ഇഷ്ടം തുറന്നു പറഞ്ഞെങ്കിലും അവൾ അത് തിരിച്ച് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അന്ന് അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടും അവളത് പ്രകടിപ്പിക്കാതിരുന്നതാണ് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് അവളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയതിൽ വിഷമമുണ്ട് എന്നൊക്കെ അവനിപ്പോൾ പറയുന്നു. ഹോങ്ലുവിന് ആ ഓർമ്മകളൊന്നുമില്ലെങ്കിലും അവൻ്റെ ഫീലിങ്സ് അവൾക്കിപ്പോൾ നന്നായി അറിയാൻ സാധിക്കുന്നുണ്ട്. ഓർമ്മകൾ വീണ്ടെടുക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കും. അതുകൊണ്ട് ഈ തേൻ സ്വീകരിക്കണമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അതിന് സമ്മതിച്ചുകൊണ്ട് കൈ നീട്ടുന്നു. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അതിനായിരിക്കും കൈ നീട്ടുകയെന്നാണ് അവൻ കരുതിയത്. അവൾ കൈ വലിച്ചെടുത്തിട്ട് തേൻ തരാൻ പറഞ്ഞ് തേൻ കയ്യിൽ വാങ്ങിക്കുന്നു. നിഞ്ചു ഒന്ന് നിരാശനാവുന്നു. ആ സമയത്ത് അവൾ ചിരിക്കുന്നു. അതോടെ അവൾക്കും ഇഷ്ടമാണ് എന്ന് മനസ്സിലായി അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കാര്യത്തിലും ഗ്രീൻ സിഗ്നൽ ആയിരിക്കുന്നു. അന്ന് രാത്രി സിമാജിയാവോ തിങ്ങാൻ അവന് പുതിയതായി ഉണ്ടാക്കിയ സിറ്റി സമ്മാനിക്കുന്നു. അവിടെ മുഴുവൻ ലാൻഡേൺസൊക്കെ കത്തിച്ച് വെച്ച് അവളെ അവിടേക്ക് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ തിങ്ങാൻ വലിയ ഗമയിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ ഒരു മറുപടി എന്നവൻ ചോദിച്ചപ്പോൾ അവൾ ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ ജാടയിട്ട് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പിയാണ് മറുപടി നൽകിയത്. ഇത് അവളെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അവൾക്ക് സന്തോഷം നൽകുക എന്നവൻ ചോദിക്കുന്നു. അപ്പോഴാണ് 2 ലോകങ്ങളും കൂടി ഒരുമിച്ചാക്കുന്നതിനെ കുറിച്ച് നേരത്തെ അവർ സംസാരിച്ചിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഒരു സെലിബ്രേഷൻ നടത്തിയാലോ, നമ്മുടെ വിവാഹം നടത്തിയാലോ എന്നവൾ ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അവൾ അവനെ പ്രൊപ്പോസ് ചെയ്യുകയാണ്. അത് നേരെ പറയാതെ വളഞ്ഞു പിടിച്ചുള്ള വഴിയാണിത്. പക്ഷേ സിമാജിയാവോ പുഞ്ചിരിച്ചുകൊണ്ട് നീ എന്നെ പ്രൊപ്പോസ് ചെയ്യുകയാണോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഞാനത് നിഷേധിക്കുന്നില്ല. വിവാഹത്തിന് സമ്മതമാണോ എന്ന് തിങ്ങാൻ കുസൃതിയോട് ചോദിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും സമ്മതമാണ്. ഇപ്പോൾ വിവാഹം നടത്തണമെങ്കിൽ ഇപ്പോൾ നടത്താമെന്ന് സിമാജിയാവോ പറയുന്നു. പക്ഷേ ഇത്ര തിരക്ക് വേണ്ട, കുറച്ച് സമയം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ നിനക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റിയേക്കും, എനിക്ക് പക്ഷേ അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു ദിവസം തിങ്ങാനെയും കൊണ്ട് സിമാജിയാവോ പുതിയതായി ഉണ്ടാക്കിയ സിറ്റിയിലെ തെരുവിലൂടെ നടക്കുന്നു. അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീറ്റ് ഫുഡൊക്കെ അവൻ പലയിടത്തായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് തിങ്ങാൻ ആകെ സന്തോഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ സമയത്താണ് ഫെങ്ഷി അവരുടെ അടുത്തേക്ക് വന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ സിമാജിയാവോ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങുന്നുണ്ട്. തിങ്ങാൻ പെട്ടെന്ന് ഇടപെട്ട് അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. സിമാജിയാവോ പക്ഷേ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ച് ഫെങ്ഷിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. തിങ്ങാൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ആ ഡീമനിക് കോറ് അവളുടെ കോറുമായി മെർജ് ആവില്ല. അത് അവൾക്ക് അപകടമുണ്ടാക്കും. ഞങ്ങളുടെ വംശക്കാർക്ക് കോറുകൾ മെർജ് ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ അവളെ സഹായിക്കുകയാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഫെങ്ഷി അറിയിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് സിമാജിയാവോ ചോദിച്ചപ്പോൾ അവസാനമായി ഞാൻ അയാളെ കണ്ടത് കാട്ടിനുള്ളിലെ ഒരു ഗുഹയിലാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് അവൻ പറയുന്നു. സിമാജിയാവോ സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ചാണല്ലോ അവൻ്റെ മേൽ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ചത്. ഈ സമയത്ത് അവൻ്റെ നെറ്റിയിൽ തെളിഞ്ഞ സ്പിരിറ്റ് ഫയറിൻ്റെ അടയാളത്തിന് എന്തോ വ്യത്യാസമുള്ളതായി തിങ്ങാൻ ഫീൽ ചെയ്യുന്നു. അവൾ അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഉള്ളിലെ മുറിവുകൾ ഇതുവരെ ഭേദമായില്ലേ? സ്പിരിറ്റ് ഫയറിന് എന്താണ് ഒരു വ്യത്യാസം എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാണ്, എനിക്ക് ചെറിയ ക്ഷീണമേ ഉള്ളൂ, ഞാനൊന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവും എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഫെങ്ഷി പറഞ്ഞതൊക്കെ തൽക്കാലം രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട്. മുമ്പ് തിങ്ങാനെ വൈറ്റ് ബോൺ അബിയസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവനാണല്ലോ. അത് തന്നെ തെറ്റാണ് എന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തം എന്നോണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നതെന്നും അവൻ പറയുന്നു. സിമാജിയാവോയ്ക്ക് ഇപ്പോഴും അവനെ വിശ്വസിക്കാനും കൂടെ നിർത്താനും ഒന്നും ഒട്ടും താല്പര്യമില്ല. പക്ഷേ അവനൊരു ചാൻസ് നൽകി നോക്കിയാലോ. മുമ്പ് മിഗ്ലി അവനെ യൂസ് ചെയ്തതാണ്, അവൻ ആൾ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് തിങ്ങാൻ കുറേ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെ തൽക്കാലം വിശ്വസിക്കാൻ സിമാജിയാവോ സമ്മതിക്കുന്നു. അങ്ങനെ ആ കോറുകൾ മെർജ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം തിങ്ങാൻ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫെങ്ഷി അവർ തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയ ശേഷം അവളുടെ ഉള്ളിലെ കോറുകൾ മെർജ് ചെയ്യുന്നതിന് വേണ്ടി അവൻ എന്തോ ശക്തി പ്രയോഗിക്കുന്നുണ്ട്. അത് ചെയ്തു കഴിഞ്ഞപ്പോഴും തിങ്ങാന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇത് മാത്രം പോരാ, കുറച്ച് മരുന്നുകൾ കൂടി അവൾ കഴിക്കണമെന്ന് പറഞ്ഞ് ഫെങ്ഷി അത് ഉണ്ടാക്കാനായി പോകുന്നുണ്ട്. സിമാജിയാവോ പറഞ്ഞതനുസരിച്ച് തിങ്ങാൻ അവളുടെ ഉള്ളിൽ കോറൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ആ 2 കോറുകളും കൂടി മെർജ് ആവാൻ തുടങ്ങുന്നത് അവൾക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സിമാജിയാവോയ്ക്കും ആശ്വാസമാവുന്നു. ഫെങ്ഷിയെ തങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു, അവൻ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ തിങ്ങാൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഫെങ്ഷി അവൾക്കുള്ള മരുന്നുമായി അങ്ങോട്ടേക്ക് വന്നത്. ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ മരുന്ന് നൽകാനൊന്നും അങ്ങോട്ടേക്ക് പോവാതെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അവൻ്റെ കണ്ണുകളിൽ ഒരു നെഗറ്റീവ് എനർജി നിറയുന്നതും കാണാം.